സാധു വിജനൊന്നു പറയുന്നു. വിജയ സാരഥേ സാധു വിജനൊന്നു പറയുന്നു. സുജന സംഗമമേ. ഇതൊന്നും മോളെ ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കല്ലേ? റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നല്ലേ? ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നു കേട്ടോ. എന്റെ ടെൻഷൻ ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. നിനക്ക് എന്ത് പ്രശ്നം? അച്ഛന്റെ ബാങ്കിലെ ഫംഗ്ഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കായിരുന്നു കഥകളി സംഗീതം. അച്ഛൻ ഇവിടെ കഥകളി, മോൾക്ക് ഇവിടെ മലയാളി മങ്കി. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ എന്തൊക്കെ കാണണോ, എന്തുമാത്രം ഷോ എന്നറിയാവോ അവിടെ? ആര്? റിങ്കി. എന്താണ് പ്രശ്നം? തെളിച്ചു പറ. അവളിവിടെ ഒരുമാതിരി ഭയങ്കര ഷോ ഡ്രസ്സ് മേടിച്ചോണ്ട് വന്നിട്ട് ഇതുവരെ ഇല്ലാത്ത, അവൾ ഇതുവരെ ഡ്രസ്സ് മേടിക്കാത്തൊക്കെ ഷോ. എന്തൊക്കെ സഹിക്കണം. എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല അമ്മ. അവൾക്ക് ഒരു സ്നേഹവും ഇല്ല. അതെന്താ അങ്ങനെ തോന്നിയേ? എന്റെ അമ്മ ഒരു ഫംഗ്ഷന് പോകുന്നെങ്കിൽ തന്നെ അവൾ എന്നെ കൊണ്ട് പോത്തില്ല. അതെന്താ അറിഞ്ഞൂടെ? എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട്. അവൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം. അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ജിമ്മിലൊക്കെ പോയി സ്ലിം ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ അവളെ ഫ്രണ്ട്സ് ചോദിക്കും, നീ ഇത്രയും ട്രെയിനറും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തുകൊണ്ട് നിന്റെ അനിയത്തി നീ ട്രെയിൻ ചെയ്ത് വണ്ണം ഒന്നും കുറപ്പിക്കുന്നില്ല എന്ന് ചോദിക്കും. ആ നാണക്കേട് പേടിച്ച് അവൾ എന്നെ കൊണ്ടുപോകും. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ അവള് ചുമ്മാ നിന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടി പറയണതാണ്. അതൊന്നും അല്ല അച്ഛാ. അതേടി, നിനക്ക് തോന്നണാണ്. നിങ്ങൾ തമ്മിൽ എന്ത് ഇങ്ങനെ ഒരു സ്നേഹവും ഇല്ലാതെ കീരിയും പാമ്പും പോലെ? പണ്ട് ഞാനും മണിക്കുട്ടൻ ചേട്ടനും ഒക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കും. അപ്പൊ എപ്പോഴോ ദേഷ്യം വന്നപ്പോ ഞാൻ പോടാ കൊരങ്ങാന്ന് വിളിച്ചു. അന്ന് അമ്മ എന്നെ കുറെ തല്ലിയേ. അന്ന് രാത്രി മണിക്കുട്ടൻ ചേട്ടൻ ഉറങ്ങിയിട്ടില്ല, കരഞ്ഞോണ്ട് കിടക്കുകയായിരുന്നു. അതാണ് സ്നേഹം. ഇതുപോലെയാണ് ഞാനും ചിന്നും സ്നേഹത്തിലാണ് കഴിഞ്ഞത്. ഇവിടെ എപ്പോഴും നിങ്ങൾ അടിയും പിടിയല്ലേ മോളെ? എന്താണ് ഇതിങ്ങനെ? ഞാൻ എന്തോ ചെയ്യാം അവൾക്ക് സ്നേഹമില്ലാത്തതിന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഞാൻ ഒരു നമ്പറൊക്കെ ഇവിടെ ഇറക്കും. നിങ്ങൾ എന്റെ കൂടെ നിക്കണം. എന്തോന്നാണ് കാര്യം എന്ന് മനസ്സിലാവാതെ നിന്റെ കൂടെ നിൽക്കൂല. എന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് വന്നാലേ ഞാൻ പറയത്തുള്ളൂ എന്ത് കാര്യമൊന്നും. എന്താ സംഭവം എന്ന് പറ മക്കളെ. എന്താണ് കാര്യം? ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നിൽക്കുമല്ല? എന്താണ് കാര്യം? അച്ഛാ, അവൾ എന്തായാലും ഫംഗ്ഷന് പോകുന്നതിന് മുമ്പായിട്ട് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് ഷോയും പരിപാടിയൊക്കെ നടത്തുമല്ലോ. അപ്പൊ ആ ഡ്രസ്സ് കൊള്ളൂല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ പറയാൻ പറ്റും? അതൊന്നും നടക്കൂല. എന്തോ അമ്മ ഇങ്ങനെ പറയണതിന് മുമ്പ് കാല് മാറിയല്ല അച്ഛാ. മോളെ, അവൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് കൊള്ളൂല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും കൊള്ളൂല. ഞാൻ ഇട്ടുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. ആദ്യം അവൾ ഇട്ടുകൊണ്ട് വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. ഇട്ടുകൊണ്ട് വന്നാലും കൊള്ളൂലെന്ന് പറയാനേ പറ്റുള്ളൂ. അവളെ സെലക്ഷൻ ആണല്ലോ. ചുമ്മാ പറയൂല. എന്തായാലും എന്റെ കൂടെ നിക്കണം. അച്ഛൻ നിക്കണം, അമ്മ നിന്നില്ലെങ്കിൽ. ഉറപ്പായിട്ടും നിൽക്കും. പിന്നെ എന്റെ മോളോട് ഞാൻ ഉണ്ടാവും. അച്ഛന്റെ പാട്ട് തുടരാം. മണി, നീ റെക്കോർഡ് ചെയ്യും. ഫിംഗർ. ആ സമയത്ത് അവള് കയറി വന്നു.